ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കൊരു അടിപൊളി ഫിഷ് നിർവാണിയുടെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് 5 കഷ്ണം നെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ കഷ്ണങ്ങളിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവേ. ഒരു 10 മിനിറ്റ് അത് അവിടെ ഇരുന്ന് മാരിനേറ്റ് ആവട്ടെ. ഞാനൊന്ന് സർക്കസ് കാണിച്ച് നോക്കിയതാണ് കേട്ടോ. ഈ ഫ്രൈ പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒത്തില്ല ഗൈസ്, ഒത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണേ. നമുക്ക് എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ഫിഷില്ലേ അത് ഇതിലേക്ക് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവേ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒരു കഷ്ണം വേവിച്ചെടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഫിഷ് നിർവാണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. ഞാനിവിടെ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി പച്ചമാങ്ങ, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു തേങ്ങയുടെ പാൽ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി കറിച്ചട്ടിയിൽ ഒരു വാഴയില ഇതുപോലെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് എല്ലാം എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി, പിന്നെ വന്നിട്ട് മാങ്ങാ പീസ്. പുളിപ്പിനായിട്ടാണ് ഈ മാങ്ങ ചേർക്കുന്നത്. ചെറുതായിട്ട് കൊത്തി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ടോപ്പിംഗ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാലിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കണം ഗായ്സ്. അപ്പം നമ്മുടെ ഫിഷ് നിർവാണം അവിടെ നിന്ന് റെഡിയാവുന്ന സമയത്ത് ഞാൻ അപ്പം ചൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടപ്പവും ഫിഷ് നിർവാണയും നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നല്ല അടിപൊളി അപ്പവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ മാർഗയിൽ നിന്ന് വാങ്ങിക്കുന്ന മാവാണ് അപ്പം ചുടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ മാവ് അരച്ച് വയ്ക്കാനൊന്നും മെനക്കെടാറില്ല ഇപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല സോഫ്റ്റ് ചൂട് അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് കുറച്ച് കട്ടൻ ചായയും കൂടെ ഇടുന്നുണ്ട്. നല്ല അടിപൊളി നല്ല ഗ്രാമ്പൂവും ഏലക്ക ഇഞ്ചിയൊക്കെ ചതച്ച നല്ല അടിപൊളി കട്ടൻ ചായയാണ്. അതിൽ കുറച്ച് പുതിന ഇലയും കൂടി ഞാനിങ്ങനെ ടോപ്പിംഗ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണം റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കുറുകുറാ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഉമ്മ ഉണ്ട്, പിന്നെ നമ്മുടെ അമിക്കുട്ടിയുണ്ട്, ഇഷിക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം കട്ടൻ ചായ എന്നെ ചൂടോടെ കുടിക്കുമായിരുന്നു. ഈ കട്ടൻ ചായ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പേരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.